ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ. ഈ ആഴ്ചവട്ടത്തിൻ്റെ അവസാന ദിവസം 18 വാക്യങ്ങളുള്ള പുറപ്പാട് പുസ്തകത്തിൻ്റെ 31-ാം അധ്യായം ധ്യാനിച്ച് കനാനിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ അതിൻ്റെ പണികളെപ്പറ്റിയും 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ശബത്തിനെ പറ്റിയുള്ള കാര്യങ്ങളുമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ശരീരത്തെയും നമ്മുടെ ആത്മാവിനെയും മനസ്സിനെയും പണിത് വിശുദ്ധീകരിക്കേണ്ടത് എങ്ങനെയെന്ന് അധ്യായം 31-ൽ നമ്മൾ വായിക്കുമ്പോൾ യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചതെന്നാൽ, ഇതാ ഞാൻ യഹൂദാ ഗോത്രത്തിൽ ഹൂരിൻ്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലിനെ പേർചൊല്ലി വിളിച്ചിരിക്കുന്നു. അവൻ കൗശലപ്പണികളെ സങ്കല്പിച്ച് ചെയ്യുവാനും പൊന്ന്, വെള്ളി, താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടിപ്പതിപ്പാനും മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും സകലവിധമായ പണിത്തരം ഉണ്ടാക്കുവാനും ഞാൻ അവനെ ദിവ്യ ആത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. ഞാൻ ദാൻ ഗോത്രത്തിൽ അഹീസാമാക്കിൻ്റെ മകനായ ഒഹോലിബിനെ അവനോടുകൂടെ ആക്കുകയും സകല ജ്ഞാനികളുടെ ഹൃദയത്തിലും ജ്ഞാനം നൽകുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെയും അവർ ഉണ്ടാക്കും. സമാഗമന കൂടാരവും സാക്ഷ്യപ്പെട്ടവും അതിന്മീതെയുള്ള കൃപാസനവും കൂടാരത്തിൽ ഉപകരണങ്ങളൊക്കെയും മേശയും അതിൻ്റെ ഉപകരണങ്ങളും തങ്കം കൊണ്ടുള്ള നിലവിളക്കും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും ധൂപപീഠവും ഹോമയാഗപീഠവും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും തൊട്ടിയും അതിൻ്റെ കാലും വിശേഷ വസ്ത്രങ്ങളും പുരോഹിതനായ അഹരോൻ്റെ വിശുദ്ധ വസ്ത്രങ്ങളും പുരോഹിത ശുശ്രൂഷയ്ക്കായിട്ട് അവൻ്റെ പുത്രന്മാരുടെ വസ്ത്രങ്ങളും അഭിഷേക തൈലവും വിശുദ്ധ മന്ദിരത്തിലുള്ള സുഗന്ധ ധൂപ വർഗവും ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെയൊക്കെയും അവർ ഉണ്ടാക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ആലയത്തിലെ പണികൾക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ചാക്കിയിരിക്കുന്ന ആളുകൾ ചെയ്യേണ്ടതായ പല കാര്യങ്ങളുണ്ട്. ഞാനും നിങ്ങളും ദേവാലയ നിർമ്മാണത്തിൻ്റെ ഭാഗമാണ്. മറ്റുള്ളവരെ ദേവാലയമായി കണ്ട് മറ്റുള്ളവരെ എത്രമാത്രം നമ്മൾക്ക് വിശുദ്ധീകരിച്ച് പണിതെടുക്കാൻ നമ്മൾക്ക് സാധിക്കുമോ? നമ്മളുടെ വാക്കുകൾ കൊണ്ടും നമ്മുടെ പ്രാർത്ഥന കൊണ്ടും നമ്മുടെ പ്രവർത്തനം കൊണ്ടും ഈ നോമ്പ് കാലഘട്ടത്തിൽ മറ്റുള്ളവർക്ക് പോസിറ്റീവ് എനർജി പകർന്ന് അവരെ ദൈവത്തോട് അടുപ്പിക്കുവാൻ, കനാനിൽ പ്രവേശിപ്പിക്കുവാനുള്ള ആത്മീയ ശക്തി നമ്മൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 12 വരെയുള്ള വാക്യങ്ങളിൽ പിന്നെയും അവിടെ കാണുവാനായിട്ട് സാധിക്കുന്ന ശബത്തിനെ പറ്റിയുള്ള കാര്യം പറയുമ്പോൾ യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, നീ ഇസ്രായേൽ മക്കളോട് പറയുന്നതെന്നാൽ നിങ്ങൾ എൻ്റെ ശബത്തുകളെ ആചരിക്കണം. ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നുവെന്ന് അറിയേണ്ടതിന് അത് തലമുറ തലമുറയായി എനിക്കും നിങ്ങൾക്കും മധ്യേ ഒരു അടയാളമാകുന്നു. അതുകൊണ്ട് നിങ്ങൾ ശബത്ത് ആചരിക്കണം. അത് നിങ്ങൾക്ക് വിശുദ്ധം ആകുന്നു. അതിനെ അശുദ്ധമാക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. ആരെങ്കിലും വന്ന് വേല ചെയ്താൽ അവനെ അവൻ്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിച്ച് കളയണം. 6 ദിവസം വേല ചെയ്യണമെന്നാൽ 7-ാം ദിവസം സ്വസ്ഥമായുള്ള ശബത്തായി യഹോവയ്ക്ക് വിശുദ്ധമാകുന്നു. ആരെങ്കിലും ശബത്ത് നാളിൽ പല വേല ചെയ്താൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം. ആകയാൽ ഇസ്രായേൽ മക്കൾ തലമുറ തലമുറയായി ശബത്തിനെ നിത്യ നിയമമായിട്ട് ആചരിക്കേണ്ടതിന് ശബത്തിനെ പ്രമാണിക്കണം. അത് എനിക്കും ഇസ്രായേൽ മക്കൾക്കും മധ്യേ എന്നേക്കും ഒരു അടയാളമാകും. 6 ദിവസം കണ്ടല്ലോ യഹോവ ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയത്. 7-ാം ദിവസം അവൻ സ്വസ്ഥമായിരുന്നു, വിശ്രമിച്ചു. അവൻ സീനായി പർവ്വതത്തിൽ വെച്ച് മോശയോട് അരുളി ചെയ്തു കഴിഞ്ഞ ശേഷം ദൈവത്തിൻ വിരൽ കൊണ്ട് എഴുതിയ കൽപ്പനകളായ സാക്ഷ്യപലക 2 അവൻ്റെ പക്കൽ കൊടുത്തു. ദൈവം നൽകിയിരിക്കുന്ന ഈ കൽപ്പന നമ്മൾക്ക് ഈ കാലഘട്ടങ്ങളിൽ സഭ, പള്ളി, കൂട്ടായ്മ, ഞായറാഴ്ച ഒക്കെ മാറിയ ഒരു കാലഘട്ടത്തിൽ ഇന്ന് ക്രൈസ്തവ സമൂഹം മറ്റുള്ള സമൂഹത്തെക്കാൾ അത് ഏതെങ്കിലും കാരണത്തിൽ മറ്റ് സൺഡേ ദൈവത്തോടുള്ള ആരാധനയും ആ മഹത്വമൊക്കെ നഷ്ടപ്പെട്ട സഭയായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ നോമ്പ് കാലഘട്ടത്തിൽ സഭയോടുള്ള ബന്ധങ്ങളിൽ എല്ലാ ഞായറാഴ്ചയും കർത്താവിന് വേണ്ടി മാറ്റിവെച്ച് അന്ന് നമ്മളെ പ്രൈവറ്റ് പരിപാടികളൊക്കെ നിർത്തിവെച്ച് അന്ന് റിലാക്സ് ചെയ്യാനുള്ളതും പിക്നിക്കിന് പോകാനുള്ളതും മറ്റ് വിവാഹത്തിൻ്റെ ക്രമീകരണം ചെയ്യുന്ന ദിവസമല്ല അത്.
ദൈവം ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ ദിവസവും ശുദ്ധീകരിച്ചെങ്കിലും ഞായറാഴ്ച ദിവസം ആരാധനയുടെ മഹത്വമാണ്. ആ ആരാധനയുടെ മഹത്വം നമ്മൾക്ക് ലോകത്തിന് കൊടുക്കുവാനായിട്ട് നമ്മൾക്ക് സാധിക്കണം. പലപ്പോഴും നമ്മൾക്ക് ബന്ധങ്ങളും സ്വന്തങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മളുടെ ഈ ഡിസിപ്ലിനൊക്കെ തെറ്റിക്കാറുണ്ട്. അത് ശാപമാണ്. അവിടെ അന്ന് കൊടുത്തിരിക്കുന്നത് മരണശിക്ഷയ്ക്ക് തുല്യമാണ്. അതുകൊണ്ട് ആത്മീയ മരണം സംഭവിക്കാതിരിക്കാൻ നമ്മളെ ആരാധന ദിവസങ്ങൾ ശബത്ത് കർത്താവിന് വേണ്ടി വേർതിരിക്കുന്നു. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഈ വചനം കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കേൾക്കുന്ന അങ്ങയുടെ അദൃശ്യമായ സാന്നിധ്യമുണ്ടായിരുന്ന കർത്താവെ, ദൈവം രണ്ടുപേരെ ഏൽപ്പിച്ചല്ലോ പണികളുടെ കാര്യങ്ങൾ നോക്കുവാൻ. ശബത്ത് എങ്ങനെ ആചരിക്കണമെന്നും ഞങ്ങൾ ഈ 18-ാം അധ്യായത്തിലൂടെ ഞങ്ങളിന്ന് കേട്ടല്ലോ. അതുകൊണ്ട് ദൈവികമായിട്ടുള്ള അനുഭവത്തിൽ ഞങ്ങൾ അനുദിനം ജീവിക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകി കാട്ടെ. ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും അവരുടെ അനന്തര തലമുറകൾക്കും ദൈവത്തിൻ്റെ സമൃദ്ധമായ അനുഗ്രഹം നൽകി അനുഗ്രഹിച്ചാട്ടെ. ദൈവത്തിൻ്റെ കൃപയുള്ള കരുതലിലും കാവലിലും നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിച്ച് കാക്കട്ടെ. കർത്താവ് തന്നെ തിരുവപ്രസാദം നിങ്ങളിൽ ഉയർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുന്ന ത്രിയേക ദൈവത്തിൻ്റെ നിരന്തര സാന്നിധ്യം, സഹായം, അനുഗ്രഹങ്ങൾ, നന്മകൾ, വാഴുകൾ, പ്രാർത്ഥന, എല്ലാ കാര്യങ്ങളുടെ മേൽ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേൽ കാലാവസാനം കൂടാതെ വന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.